നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ചോയ്സാണ്. 48 മണിക്കൂറിനുള്ളിൽ അതിന്റെ വിവരം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് മാർക്കസ് മെർഹുലാവോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത വീഡിയോ ആണ്. അതിലിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. അപ്പോൾ അതുകൂടി നമ്മളങ്ങ് ചെയ്ത് ആ മാറ്റർ ക്ലോസ് ചെയ്യുകയാണ്. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ താരം അർമാൻഡോ സാദിഖു ആയിരുന്നു. അത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ FC ഗോവ റാഞ്ചുന്നു. സാദിഖുവും FC ഗോവയും തമ്മിൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്കസ് മെർഹുലാവോ തന്നെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു സോഴ്സസ് FC ഗോവ സാദിഖുവിന് കോൺട്രാക്ട് ഓഫർ ചെയ്തു. എന്നിട്ട് അദ്ദേഹവുമായിട്ട് എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മോഹൻ ബഗാനുമായിട്ട് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട്. അത് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. അതിനുള്ള നടപടികൾ നടക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞാലാണ് ഗോവയിലേക്കുള്ള മൂവ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ മോഹൻ ബഗാൻ അദ്ദേഹത്തെ കൈവിടാൻ തന്നെ തയ്യാറാവും. കാരണം പുതിയ അറൈവൽസോടുകൂടി സാദിഖു അവിടെ സർപ്ലസ് റിക്വയർമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മറ്റൊരു വിദേശ താരത്തെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ളത്. ഗ്രെഗ് സ്റ്റീവേർട്ടിനെ ടീമിലേക്ക് എത്തിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ സാദിഖു എന്തായാലും അവിടം വിടും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മനോലോ മാർക്കസിന് കീഴിൽ കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം FC ഗോവയിലേക്ക് ചേക്കേറുകയാണ്. ഇനി ഈ റിപ്പോർട്ടിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം മാർക്കസ് മെർഹുലാവോ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അക്കോർഡിംഗ് ടു സോഴ്സസ്, സാദിഖു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായിട്ട് ഇൻ ടച്ചിലായിരുന്നു. വീഡിയോ കോള് കോച്ച് മിക്കായൽ സ്റ്റെഹ്റയുമായിട്ട് വീഡിയോ കോൾ വരെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തായ്ലൻഡിൽ പ്രീ സീസൺ ട്രെയിനിങ്ങുമായിട്ട് ബിസിയാണ് മിക്കായൽ സ്റ്റെഹ്റ. അതിനിടയിലാണ് സാദിഖുവുമായിട്ട് ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഒക്കെ നടത്തിയത്. കാര്യങ്ങൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കവെയാണ് ഗോവ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നതും അവരതിലേക്ക് നീങ്ങുന്നതും. സാദിഖുവിന് മനോലോയുടെ കീഴിൽ കളിക്കണമെന്ന ആഗ്രഹമുണ്ട്. അത് ഗോവക്കൊരു മാസീവ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. സോ അദ്ദേഹം ഹാപ്പിലി ഗോവയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്നുകൂടിയാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ നീക്കം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആ വിദേശ സൈനിങ്ങിനുള്ള ശ്രമം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യുകയാണ്. ആ ശ്രമം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.